ശബരിമല ക്ഷേത്രം സംബന്ധിച്ച ആചാരങ്ങളും വിശ്വാസങ്ങളും അഭംഗുരം സംരക്ഷിക്കുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം NSS ഇപ്പോൾ പിണറായി സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംസ്ഥാനം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇക്കാര്യത്തിൽ ഈ ആചാര സംരക്ഷണ കാര്യത്തില് ഇടതുപക്ഷ സർക്കാരിന്റെ പൂർണ്ണ വിശ്വാസമാണെന്ന് പത്രങ്ങളിലും ചാനലുകളിലും നമ്മുടെ NSSന്റെ ജനറൽ സെക്രട്ടറി കൃത്യമായ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ശബരിമല ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തി ഉള്ളത്. ശബരിമല അയ്യപ്പന് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന സങ്കല്പം അതിൽ അടിയുറപ്പിച്ചതാണ് ഈ വിശ്വാസങ്ങൾ. അതുകൊണ്ടാണ് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെ അവിടെ ദർശനത്തിന് സമ്മതിക്കാതിരിക്കുന്നത്. പക്ഷേ നവോത്ഥാനത്തിന്റെ പുറംചട്ട എണീച്ചുകൊണ്ട് സർക്കാരിന്റെ സമസ്ത ശക്തികളും ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് സുപ്രീം കോടതി വിധി മറയാക്കി അവിടെ ആചാര ലംഘനത്തിന് ഒരുങ്ങിയത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത്, ആചാരം ലംഘിക്കാൻ തയ്യാറായി വന്നവരെ പ്രോത്സാഹിപ്പിച്ചത് അത് കഴിഞ്ഞ LDF സർക്കാരാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ആ ഗവൺമെന്റ്, അദ്ദേഹത്തിന്റെ ഗവൺമെന്റാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ ഇതാ NSS പമ്പാ തീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന്റെ പിന്നാലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ വികസന കാര്യങ്ങള്, ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സംരക്ഷണം ഇതെല്ലാം ഇടതുപക്ഷ സർക്കാരിനെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്, അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങൾ 2018 നടന്ന കാര്യങ്ങളാ. അതിനു മുമ്പ് ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ സംഭവവികാസങ്ങൾ തുടങ്ങുന്നത് 2018 സെപ്റ്റംബർ 28 അന്നാണ് സുപ്രീം കോടതി വിധി വന്നത്. അതായത് ശബരിമലയില് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും കടന്നു വരാം, ദർശനം നടത്താം, അതിന് അനുമതി ഉണ്ട് എന്ന വിധി വന്നത്. പിറ്റേന്ന് തന്നെ അതിനെതിരായിട്ടുള്ള വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി. 2ാം ദിവസം, അതായത് 30-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിലെ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം കൊടുത്തു. അതായത് ശബരിമല സന്ദർശനത്തിന് അല്ലെങ്കിൽ ശബരിമല ദർശനത്തിനെത്തുന്ന ഏതൊരു സ്ത്രീക്കും വേണ്ട സംരക്ഷണം സർക്കാർ ഉറപ്പാക്കണം. പോലീസ് അടക്കമുള്ള ഏജൻസികൾ അതിന് തയ്യാറാവണം. അത് മാത്രമല്ല, അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഒക്ടോബർ 1 പന്തളം കൊട്ടാരം, അതായത് ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുള്ള, ആചാരപരമായ ബന്ധമുള്ള പന്തളം കൊട്ടാരം ഇതിലേറെ ശക്തമായ നിലപാടെടുത്തു. 6-ാം തീയതി NSS മറ്റ് 17 ഹൈന്ദവ സംഘടനകളുമായി ചേർന്ന് ചങ്ങനാശ്ശേരിയില് നാമജപ ഘോഷയാത്ര, അതായത് ഈ കോടതി വിധി ധൃതി പിടിച്ച് നടപ്പാക്കുന്നതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധ പ്രകടനം, നാമജപ ഘോഷയാത്ര നടത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ NSS സുപ്രീം കോടതിയിലെ പുനഃപരിശോധന ഹർജി നൽകുകയും ചെയ്തു. അതിനുശേഷം 3-3.5 മാസക്കാലം കേരളത്തെ മുൾമുനയിൽ നിർത്തിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. ഭക്തജനങ്ങൾ ഒരു ഭാഗത്ത്, അതില് എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, CPM ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. യാതൊരു കാരണവശാലും ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത സ്ത്രീകളെ സന്നിധാനത്തിലേക്ക് കടത്തിവിടില്ല എന്ന നിശ്ചയവുമായി, തീരുമാനവുമായി ഭക്തജനങ്ങൾ ഒരു ഭാഗത്ത്. മറുവശത്ത് സർക്കാരിന്റെ അധികാരങ്ങൾ, ശക്തി, കഴിവ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയും ശബരിമലയില് സ്ത്രീകളെ കടത്തണം, സന്നിധാനത്തിൽ എത്തിക്കണം. അതിനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. അതിന് പോലീസിന്റെ, സർക്കാരിന്റെ, ഗവൺമെന്റ് ഏജൻസികളുടെ പിന്തുണ ലഭിച്ചു, സഹായം ലഭിച്ചു. ഡിസംബർ 23-നും 24-നും പോലീസ് സഹായത്തോടെ സന്നിധാനത്തിൽ സ്ത്രീകളെ എത്തിക്കാനുള്ള വളരെ ശക്തമായ ശ്രമം ഉണ്ടായി. 24-ാം തീയതി ബിന്ദു അമ്മിണി, കനകദുർഗ എന്ന് പറയുന്ന 2 സ്ത്രീകള് സന്നിധാനത്തിന്റെ 700 മീറ്റർ അകലെ വരെ എത്തി. പോലീസിന്റെ ഹെൽമെറ്റ് ധരിപ്പിച്ചുകൊണ്ടാണ് അവരെ മുകളിലേക്ക് കയറ്റിയത്. പോലീസിന്റെ എല്ലാ ബന്ദോബസ്തും, അവർക്ക് ചുറ്റും പോലീസ് അണിനിരന്നിരുന്നു. എങ്ങനെയും ശബരിമല സന്നിധാനത്ത് സ്ത്രീകളെ, പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ എത്തിക്കണം. അതായിരുന്നു നിർദ്ദേശം. അതിനുവേണ്ടിയാണ് പോലീസ് പരിശ്രമിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിനെ ശക്തമായിട്ട് എതിർത്തു വിശ്വാസികൾ. അപ്പോ ശബരിമല തന്ത്രി പറഞ്ഞു, സ്ത്രീകൾ ഇവിടെ കടന്നാൽ ഞാൻ ശബരിമല നട അടയ്ക്കും. വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും. എന്നിട്ടും സന്നിധാനത്തിൽ എത്തിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഭക്തജനങ്ങളാണ് അതിനെ പരാജയപ്പെടുത്തിയത്. ഈ പ്രായപൂർത്തിയാകാത്ത സ്ത്രീകളുടെ ശബരിമല പ്രവേശനം അല്ലെങ്കിൽ ശബരിമല ദർശനം ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനമാണെന്നാണ് അന്ന് പിണറായി വിജയനും സർക്കാരും CPM ഒക്കെ
പ്രചരിപ്പിച്ചിരുന്നത്. അതിനുവേണ്ടി ഇതിന് ബലം പകരാൻ വേണ്ടി പിണറായി വിജയനെയും വെള്ളാപ്പള്ളി നടേശനെയും കേന്ദ്ര നായക സ്ഥാനങ്ങളിൽ എത്തിക്കൊണ്ടൊരു നവോത്ഥാന സമിതി രൂപവൽക്കരിച്ചു. അതിന്റെ പേരില് 2019 ജാനുവരി 1 കാസർഗോഡ് മുതൽ പാറശാല വരെ വനിതാ മതിൽ ഉയർത്തി. നവോത്ഥാന സമിതിക്കാര് CPM-ന്റെ നേതൃത്വത്തിൽ, CPM-നെ പിന്താങ്ങുന്ന ഇടതുപക്ഷക്കാരുടെയും ബുദ്ധിജീവികളുടെയും ഒക്കെ നേതൃത്വത്തിൽ, ഫെമിനിസ്റ്റുകളുടെ നേതൃത്വത്തിൽ വനിതാ മതിലുണ്ടാക്കി. ആ സർക്കാരാണ് ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഭൂരിപക്ഷ സമുദായത്തിന്റെ ഭൂരിപക്ഷം വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കളിപ്പാളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ അയ്യപ്പ സംഘവുമായി, ആഗോള അയ്യപ്പ സംഘവുമായി രംഗത്ത് വന്നത്. അതിനെയാണ് ഇപ്പോൾ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നത് NSS. NSS എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സാമുദായിക സംഘടനയാണ്. അവർക്ക് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധമോ അല്ലെങ്കിൽ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വഭാവം ഒന്നുമുള്ളതല്ല ആ സംഘടന. അവർ പലപ്പോഴും അവരുടേതായ നിലപാടുകൾ, സമുദായത്തിന്റെ താല്പര്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട്, ചിലപ്പോഴൊക്കെ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ തന്നെ താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പല പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യം അവര് സർസിപിക്കൊപ്പമായിരുന്നു. പിന്നീട് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു. 57 കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മധ്യ വളരെ നിർണായകമായ മണ്ഡലങ്ങളില് അന്ന് CPI-യുടെ, അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായരുമായി ചേർന്ന് വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നായർ സ്ഥാനാർത്ഥികളെ നിർത്തി ചരിത്രത്തിൽ ആദ്യത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനായിരുന്നു, NSS ആയിരുന്നു. അതിനുശേഷം വിമോചന സമരം ആ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ, CPI ഗവൺമെന്റിന്റെ കാലത്ത് വിമോചന സമരം നടന്നപ്പോൾ അതിന്റെ സർവ്വസൈന്യാധിപൻ, അന്ന് ഭാരതകേസരി എന്ന പേര് കേട്ട മന്നത്ത് പത്മനാഭനായിരുന്നു. 64 കോൺഗ്രസ് തുടർന്ന് കേരള കോൺഗ്രസ് ഉണ്ടായി. അന്ന് കേരള കോൺഗ്രസിന്റെ പേര് പ്രഖ്യാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതിനു മുമ്പ് ഒരു കഥ കൂടെ പറയാം. CP-യുടെ കാലത്ത് അദ്ദേഹം സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു വാദം കൊണ്ടുവന്നപ്പോ അതിനെ ഏറ്റവും മുൻനിരയിൽ നിന്ന് എതിർത്തതും മന്നത്ത് പത്മനാഭനായിരുന്നു. പിന്നീട് ഈ വിമോചന സമരകാലം കേരള കോൺഗ്രസ്, അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിനോടൊപ്പമാണ് നിന്നത്. അദ്ദേഹത്തിന്റെ കാര്യശേഷം NDP ഉണ്ടായി. NDP കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു. അതാണ് NSS-ന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം. ഇപ്പോൾ എന്താണ് പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്? ശബരിമല വിശ്വാസങ്ങളെ ഇല്ലാതാക്കണം, ആചാരങ്ങളെ ഇല്ലാതാക്കണം, അത് ദുരാചാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ട് കാമ്പയിന് വേണ്ടി നിന്ന ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ എന്താണ് ഇപ്പോൾ NSS-നെ പ്രേരിപ്പിച്ചത്? അതാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ചാണ് NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ പല പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒക്കെ ഇന്റർവ്യൂകൾ നൽകിയത്. അതൊക്കെ ഇന്നൊക്കെയാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. ഞാൻ 3 പത്രങ്ങളിലെ ഇന്റർവ്യൂ വായിച്ചു. ഒരു ചാനലിൽ നൽകിയ ഇന്റർവ്യൂ അത് മുഴുവൻ കേൾക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇപ്പോൾ NSS CPM സർക്കാരിനെ പിന്താങ്ങുന്നത്, പിണറായിയെ പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി ഏതാണ്ട് മിക്ക ഇന്റർവ്യൂകളിലും വന്നിട്ടുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ 2018 സമരം നടക്കുന്ന കാലത്ത് സർക്കാർ വിചാരിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ സ്ത്രീകളെ വേണമെങ്കിൽ സന്നിധാനത്ത് എത്തിക്കാമായിരുന്നല്ലോ, എന്നിട്ടും അവരത് ചെയ്തില്ലല്ലോ എന്ന ഒരു ന്യായമാണ് ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ശ്രീ സുകുമാരൻ നായർ ഈ മാധ്യമ പ്രവർത്തകരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് വലിയ പഴക്കമുള്ള കാര്യമൊന്നുമല്ല. ശബരിമല സന്നിധാനത്ത് അല്ലെങ്കിൽ പമ്പ മുതൽ ശബരിമല വരെയുള്ള വഴിയിൽ എന്തൊക്കെയാണ് ആ ദിവസങ്ങളിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ്. ഭക്തജനങ്ങൾ ഒന്നിച്ചു നിന്ന് എതിരിട്ടത് കൊണ്ടാണ്, അവരുടെ എതിർപ്പ് വകവയ്ക്കാതെ മുന്നോട്ട് ഈ സ്ത്രീകളെയും കൊണ്ട് പോകാൻ പോലീസിന് കഴിയാതെ വന്നതുകൊണ്ടാണ് അന്ന് ഈ സ്ത്രീ പ്രവേശനം പരാജയപ്പെട്ടു പോയത്. അല്ലാതെ ഇത് സർക്കാരിന്റെ ഒരു ഔദാര്യം കൊണ്ടായിരുന്നു. പിണറായി വിജയൻ അങ്ങ് തീരുമാനിച്ചു, വേണ്ട, സ്ത്രീകളെ കടത്തണ്ട, അതുകൊണ്ടാണ് സ്ത്രീകള് കടന്നു വരാതിരുന്നത്, കയറി വരാതിരുന്നത് എന്നാണോ NSS ഇപ്പോൾ കരുതുന്നത്? ഒരു പ്രധാനപ്പെട്ട ന്യായവാദം അദ്ദേഹത്തിൻ്റെത് അതാണ്. പിന്നൊന്ന് അദ്ദേഹം പറയുന്നത്, ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ, അതായത് LDF തന്നെ, പിണറായി സർക്കാർ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വാഗ്ദാനമായി മുന്നോട്ട് വരുമ്പോ നമ്മൾ അവരോട് സഹകരിക്കുന്നതല്ലേ നല്ലതെന്ന്. പണ്ടവർ ചെയ്തതെല്ലാം തെറ്റാ, കള്ളത്തരങ്ങളാ കാണിച്ചത്, കൊള്ളത്തരങ്ങളാ ചെയ്തത്. പക്ഷെ അവരിപ്പോ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, മനംമാറ്റം വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അവരെ വിശ്വസിക്കുന്നതല്ലേ കൂടുതൽ ഭംഗി? അധികാരം അവരുടെ കയ്യിലാണല്ലോ.
കോൺഗ്രസിനോ BJPക്കോ ഒന്നും ശബരിമലയുടെ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോ മനം മാറി വരുന്ന, പശ്ചാത്തപിച്ചു വരുന്ന ഈ ഗവൺമെന്റിനെ അങ്ങ് വിശ്വസിക്കുന്നതല്ലേ നല്ലത് എന്നാണ് ശ്രീ സുകുമാരൻ നായർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖൻ ചോദിക്കുന്നുണ്ട്, ഇത് റിപ്പൻഡൻസ് ആണോ, പശ്ചാത്താപമാണോ എന്ന്. അങ്ങനെ കരുതുന്നില്ലെന്നാണ് പക്ഷേ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തെറ്റ് തിരുത്താൻ തയ്യാറായി വരുന്നവരെ സ്വീകരിക്കുന്നത്, അവരോട് സഹകരിക്കുന്നതാണ് നല്ലത്, കൂടുതൽ നല്ലത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതെന്ത് ന്യായമാണെന്ന് സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. പശ്ചാത്തപിച്ചു വരുന്ന കുറ്റവാളികളുടെ ഒരു സംഘത്തെ രാജ്യത്തെ ക്രമസമാധാനം പാലിക്കുന്നതിന് നിയോഗിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവും കവർച്ചയൊക്കെ നടത്തി ജയിലിൽ പോയവരാ. അവരെല്ലാവരും മാനസാന്തരപ്പെട്ടു, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ ഇനി അവരെ നമുക്ക് ക്രമസമാധാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചേക്കാമെന്ന് ആരെങ്കിലും കരുതുമോ, വിചാരിക്കുമോ? അതുപോലെ ഈ ബിന്ദു അമ്മണി മുതലായവരെ ഈ പമ്പാ സംഗമത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടും അടുപ്പിച്ചില്ലല്ലോ എന്നുള്ളതാണ് മറ്റൊരു കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ സുകുമാരൻ നായരെ, സർക്കാർ അത് സമ്മതിക്കുമോ? സർക്കാർ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? നിങ്ങളടക്കമുള്ള സംഘടനകളുടെ കണ്ണിൽ പൊടിയിട്ട് ഹിന്ദു സമുദായത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം, അതിനുവേണ്ടിയുള്ള അടവ് നടപ്പാക്കുമ്പോൾ, തന്ത്രം ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ അവര് ബിന്ദു അമ്മിണിയെ വിളിക്കുമോ? അതവരുടെ മാറ്റത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കുമോ? കോൺഗ്രസിന്റേത് കള്ളക്കളിയാണെന്നാണ് പറയുന്നത്. ഈ കാര്യത്തില് ശ്രീ സുകുമാരൻ നായർ എന്ത് കള്ളക്കളിയാണ് കോൺഗ്രസ് കാണിച്ചത്? കോൺഗ്രസ് തുടക്കം മുതൽ നിങ്ങളോട് നിൽക്കുകയാണ് ചെയ്തത്, ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുക ചെയ്തത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പമ്പയിലെത്തി നിരോധനാജ്ഞ ലംഘിക്കുകയാണ് ചെയ്തത്. അവര് രാഷ്ട്രീയ പാർട്ടി, അവർക്ക് NSSO അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോ പരസ്യമായി രംഗത്തിറങ്ങുന്നത് പോലെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ അവർ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി വരും. അവരുടെ കള്ളക്കളി എന്താണ്? BJP പറഞ്ഞു ഞങ്ങള് ഈ ആചാര സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കാവുന്നത്, പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തില്. പക്ഷെ സാർ, അതൊന്നും അത്ര എളുപ്പമല്ല സാർ. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന്റെ മാത്രം കാര്യത്തില് ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു സുപ്രീം കോടതിയെ മറികടന്ന് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കൽ അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ എന്താണ് ഈ CPM-ഇല്ല അല്ലെങ്കിൽ പിണറായി വിജയനിൽ LDF സർക്കാരിൽ കണ്ട മേന്മ? ഇവിടെ പല അഭിമുഖങ്ങളെ പറ്റി നമ്മളിവിടെ പറയുകയുണ്ടായി. ഇതിലാരും സുകുമാരൻ നായരോട് ചോദിച്ചില്ല, എന്തുകൊണ്ടായിരിക്കാം LDF സർക്കാർ പഴയ നിലപാടിൽ നിന്ന് മാറി ശബരിമലയിലെ ആചാര വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പഴയ ആ നിലപാടിൽ നിന്ന് മാറി ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പിന്നിലെന്ന് അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് ആരും ചോദിച്ചില്ല. ചോദിക്കേണ്ടതായിരുന്നില്ലേ? അതിനൊരു മറുപടി വേണ്ടതായിരുന്നില്ലേ? ചോദിച്ചിട്ടും ഇവരാരും അവരുടെ റിപ്പോർട്ടുകളിൽ അത് ചേർക്കാത്തതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്തുകൊണ്ട് സർക്കാരിന് മനംമാറ്റം ഉണ്ടായി എന്നാണ് NSS കരുതുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചില്ല, അതുണ്ടായില്ല. അതേസമയം ഇതിലൊരു ലേഖകൻ വളരെ സാമർഥ്യത്തോടുകൂടി ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം എന്ന നിലയിൽ അദ്ദേഹത്തോട് ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലീഡിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ജേർണലിസം പദാവലിയിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വം തയ്യാറാക്കി ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അദ്ദേഹം ചോദിക്കുകയാണ്, ഹിന്ദു വോട്ടുകൾ വേണ്ടെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നു അല്ലെങ്കിൽ കരുതുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? നേരിട്ട് കോൺഗ്രസിന്റെ നിലപാടല്ല ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ കള്ളക്കളി നടത്തുന്നതെന്ന് വേണേൽ ചോദിക്കാം, അതല്ല ചോദിക്കുന്നത്. കോൺഗ്രസിന് ഹിന്ദു വോട്ട് വേണ്ട എന്ന് അങ്ങനെയാണോ അവര് കരുതുന്നതെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടൊരു മറുപടി അങ്ങനെയും ചിന്തിക്കാം, അങ്ങനെയും കരുതാവുന്നതാണ്. എന്നിട്ട് അഭിമുഖത്തിന്റെ ശീർഷകം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഹിന്ദു വോട്ട് വേണ്ട എന്ന് NSS പറയുന്നു. ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ഇതൊന്നും ചോദ്യങ്ങളൊന്നുമല്ല, NSSനോട് ചോദ്യം ചോദിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല, ചില സംശയങ്ങളാ. അതായത് സർക്കാരിനുണ്ടായ മനംമാറ്റത്തെക്കുറിച്ച് NSSനുണ്ടായ ചിന്ത എന്തുകൊണ്ട് മറ്റാരെയേക്കാൾ ശബരിമല ദേവസ്ഥാനവുമായി അടുത്ത ബന്ധമുള്ള പന്തളത്തെ രാജകുടുംബത്തിന് തോന്നുന്നില്ല? അവര് ഈ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായിരുന്നല്ലോ, അതെന്തുകൊണ്ടാ? അതുപോലെ ഇപ്പോൾ NSSന്റെ വിശ്വാസം ആവർത്തിച്ചുറപ്പിക്കുന്ന ഈ സമയത്ത് ചില വസ്തുതകൾ അവിടെ നിൽപ്പുണ്ട്, അത് നമ്മൾ മറക്കരുത്. അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വിധി അതങ്ങനെ തന്നെ നിൽക്കുകയാ, ആരും അസ്ഥിരപ്പെടുത്തിയിട്ടില്ല. ആ വിധി എങ്ങനെയാ വന്നത്? VS അച്യുതാനന്ദൻ സർക്കാർ നൽകിയ ഒരു അഫിഡാവിറ്റിന്റെ സത്യവാങ്മൂലത്തിന്റെയും കൂടെ ബലത്തിലാ.
എന്താണ് VSന്റെ ഗവൺമെന്റ് പറഞ്ഞത്? ശബരിമലയിലെ ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും പ്രവേശിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരല്ലെന്ന. നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നൽകിയിരുന്ന അഫിഡാവിറ്റിനെ മറികടന്ന് അത് പിൻവലിച്ചുകൊണ്ടാണ് ഈ പുതിയ അഫിഡാവിറ്റ് അന്ന് VS സർക്കാർ നൽകിയത്. അതിപ്പോഴും അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ഉണ്ടാക്കിയ തട്ടിക്കൂട്ടിയ ഒരു നവോത്ഥാന സമിതി അതിപ്പോഴും നിലനിൽക്കുകയാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് രാജ്യത്ത് പുതിയ നവോത്ഥാനം കൊണ്ടുവരാൻ വേണ്ടിയാ. പിണറായി വിജയനെ പുതിയ നവോത്ഥാന നായകനായി അവതരിപ്പിക്കാൻ വേണ്ടി അതിപ്പോഴും അവിടെ നിൽക്കുക. അപ്പൊ നമുക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ഉന്നയിക്കാവുന്ന ചില സംശയങ്ങളുണ്ട്. NSS ഇപ്പോഴ് സുപ്രീം കോടതിയിൽ ഒരു പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് തെറ്റുതിരുത്തുന്ന സർക്കാരാണെങ്കിൽ NSSന്റെ ഹർജിക്ക് അനുകൂലമായി അല്ലെങ്കിൽ NSSന്റെ നിലപാടിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമോ? രണ്ടാമത്തെ പ്രശ്നം, VS സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലമായി ബന്ധപ്പെട്ടതാ. അത് പിൻവലിക്കുമോ? പിൻവലിച്ചാൽ പോരാ. ആ സത്യവാങ്മൂലത്തിൽ പ്രായപൂർത്തിയാകാത്ത സ്ത്രീകൾ, അതായത് 10ഉം 50ഉം വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട് എന്ന് വ്യക്തമാക്കുമോ? എങ്കിൽ ശരിയാ. എങ്കില് ഈ ഗവൺമെന്റ് മാറി അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തുന്നു എന്ന് പറയുന്നത് ശരിയാ. അപ്പോൾ നമുക്ക് ശബരിമലയിലെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സംരക്ഷണം ഈ സർക്കാരിനെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങാം. NSSന്റെ ഈ തീരുമാനത്തിന്റെയും അല്ലെങ്കിൽ നിലപാടിന്റെയും പിന്നിൽ എന്താണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തേക്ക് UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാക്കുക, അതാണ് ലക്ഷ്യം. അല്ലെങ്കിൽ VD സതീശൻ ആ സ്ഥാനത്തേക്ക് വരുന്നത് തടയുക എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇനിയും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇതാണ് ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലല്ലോ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള 24 മണിക്കൂറിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതെന്നും നമ്മുടെ സുകുമാരൻ നായർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ സങ്കടം തോന്നുന്നത് ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. ശബരിമലയില് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾ കയറുമെന്നും അതോടെ കേരളത്തിൽ ഒരു പുതിയ നവോത്ഥാനം ഉണ്ടാകുമെന്നും നവോത്ഥാന പ്രക്രിയ അരങ്ങേറുമെന്നും വിശ്വസിച്ചിരുന്ന, പിണറായിയെ സപ്പോർട്ട് ചെയ്ത വനിതാ വിമോചന പ്രസ്ഥാനക്കാര്, ഇടതുപക്ഷക്കാര്, ബുദ്ധിജീവികള്, അതുപോലെ പിന്നാക്ക സമുദായക്കാര്, അതൊരു വലിയ വിഭാഗം ഒരു പുതിയ നവോത്ഥാനത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇവരിപ്പോ എന്തായി എന്നാണ് ചോദിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ആളുകൾ വന്നുപെടുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു പുരുഷനാമം ഉപയോഗിച്ച് പലരും പരിഹസിക്കാറുണ്ട്. ഞാൻ അതിന് മുതിരുന്നില്ല. കാരണം എനിക്ക് ആ പേര് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ്.